പ്രൈസ് ദി ലോർഡ്. ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 27 വരെയുള്ളതായ വേദവാക്യങ്ങൾ. യഹൂദായുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. അത് അവരുടെ ഹൃദയത്തിൻ്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. ഉയർന്ന കുന്നുകളിൽ പച്ചമരങ്ങൾക്കരികെയുള്ള അവരുടെ ബലിപീഠങ്ങളെയും അശേരാ പ്രതിഷ്ഠകളെയും അവരുടെ മക്കൾ ഓർക്കുന്നുവല്ലോ. വയൽപ്രദേശത്തിലെ എൻ്റെ പർവ്വതമേ, നിൻ്റെ അതിർക്കകത്തൊക്കെയും ചെയ്ത പാപനിമിത്തം ഞാൻ നിൻ്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും പൂജാഗിരികളും കവർച്ചയ്ക്ക് ഏൽപ്പിക്കും. ഞാൻ നിനക്ക് തന്ന അവകാശം നീ ഒഴിഞ്ഞു പോകേണ്ടി വരും. നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ നിൻ്റെ ശത്രുക്കളെ സേവിക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ കോപത്തിൽ തീ കത്തിച്ചിരിക്കുന്നു, അതെന്നേകം കത്തിക്കൊണ്ടിരിക്കും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിൽ നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ അതിൻ്റെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവും ഉള്ളതാകുന്നു. അത് ആരാഞ്ഞറിയുന്നവനാർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാകുന്നു. അവൻ്റെ മധ്യായുസ്സെങ്കിൽ അത് അവനെ വിട്ടുപോകും. ഒടുക്കവൻ ഭോഷനായിരിക്കും. ആദ്യം മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ, ഞങ്ങളുടെ വിശുദ്ധ മന്ദിരസ്ഥാനമേ, ഇസ്രായേലിൻ്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. അവർ ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എൻ്റെ പുകഴ്ചയല്ലോ. അവർ എന്നോട്, യഹോവയുടെ വചനം എവിടെ? അത് വരട്ടെ എന്ന് പറയുന്നു. ഞാനോ ഇടയനായി നിന്നെ സേവിപ്പാൻ മടിച്ചില്ല, ദുർദിനം ഞാൻ ആഗ്രഹിച്ചതുമില്ല എന്ന് നീ അറിയുന്നു. എൻ്റെ ആദരങ്ങൾ ഉച്ചരിച്ചത് തിരുമുമ്പിൽ ഇരിക്കുന്നു. നീ എനിക്ക് ഭയങ്കരനാകരുതേ. അനർത്ഥ ദിവസത്തിൽ എൻ്റെ ശരണം നീയല്ലോ. എന്നെ ഉപദ്രവിക്കുന്നവർ ലജ്ജിച്ചു പോകട്ടെ. ഞാൻ ലജ്ജിച്ചു പോകരുതേ, അവർ ഭ്രമിച്ചു പോകട്ടെ. ഞാൻ ഭ്രമിച്ചു പോകരുതേ, അവർക്ക് അനർത്ഥ ദിവസം വരുത്തി അവരെ തകർത്ത് നശിപ്പിക്കണമേ. യഹോവേ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു: നീ ചെന്ന് യഹൂദാ രാജാക്കന്മാർ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യുന്ന ജനത്തിൻ്റെ വാതിൽക്കലും യെരൂശലേമിൻ്റെ എല്ലാ വാതിൽക്കലും നിന്നുകൊണ്ട് അവരോട് പറയുക: ഈ വാതിലുകളിൽ കൂടി അകത്തു കിടക്കുന്ന യഹൂദാ രാജാക്കന്മാരും എല്ലാ യഹൂദന്മാരും യെരൂശലേമിലെ സർവ്വനിവാസികളുമായുള്ളവരെ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: സൂക്ഷിച്ചുകൊള്ളുവാൻ ശബത്ത് നാളിൽ യാതൊരു ചുമന്ന യെരൂശലേമിൻ്റെ വാതിലുകളിൽ കൂടി അകത്തു കൊണ്ടുവരരുത്. ശബത്ത് നാളിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് യാതൊരു ചുമടും പുറത്തു കൊണ്ടുപോകാതെയും യാതൊരു വേലയും ചെയ്യാതെയും ശബത്ത് നാൾ വിശുദ്ധീകരിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ അങ്ങനെ കൽപ്പിച്ചുവല്ലോ. എന്നാൽ അവർ കേട്ടില്ല, ചെവി ചായ്ച്ചതുമില്ല. കേട്ടനുസരിക്കുകയോ ബുദ്ധി ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാതെ അവർ ശാഠ്യം കാണിച്ചു. നിങ്ങളോ ശബത്ത് നാളിൽ ഈ നഗരത്തിൻ്റെ വാതിലുകളിൽ കൂടി യാതൊരു ചുമടും കൊണ്ടുവരാതെയും ശബത്ത് നാളിൽ യാതൊരു വേലയും ചെയ്യാതെയും അതിനെ വിശുദ്ധീകരിക്കേണ്ടതിന് എൻ്റെ വാക്ക് ജാഗ്രതയോടെ കേട്ടനുസരിക്കുമെങ്കിൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും രാജകുമാരന്മാരും അവരുടെ പ്രഭുക്കന്മാരായ യഹൂദാ പുരുഷന്മാരും യെരൂശലേം നിവാസികളും ഈ നഗരത്തിൻ്റെ വാതിലുകളിൽ കൂടി കടക്കുകയും ഈ നഗരം എന്നേക്കും നിൽക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹൂദാ പട്ടണങ്ങളിൽ നിന്നും യെരൂശലേമിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ബെന്യാമിൻ ദേശത്തു നിന്നും താഴ്വീതിയിൽ നിന്നും മലനാടുകളിൽ നിന്നും തെക്കേ ദിക്കിൽ നിന്നും അവർ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും കുന്തിരിക്കവും കൊണ്ടുവരും. യഹോവയുടെ ആലയത്തിൽ അവർ സ്തോത്രയാഗവും അർപ്പിക്കും. എന്നാൽ ശബത്ത് നാൾ വിശുദ്ധീകരിപ്പാനും ശബത്ത് നാളിൽ യെരൂശലേമിൻ്റെ വാതിലുകളിൽ കൂടി ചുമന്നുകൊണ്ട് പോകാതെ ഇരിപ്പാനും നിങ്ങൾ എൻ്റെ വാക്കു കേട്ടനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ വാതിലുകളിൽ തീ കൊളുത്തും. അത് കെട്ടുപോകാതെ യെരൂശലേമിലെ അരമനകളെ ദഹിപ്പിക്കും.